പൂച്ചകളെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളും അവയിലെ സത്യങ്ങളും. പൂച്ചകളെക്കുറിച്ച് ഒരുപാട് കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും നമുക്കിടയിലുണ്ട്. പൂച്ചകളുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളാവാം അതിന് കാരണം. എന്തായാലും ചില വിശ്വാസങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. 1. പൂച്ചകൾ സ്നേഹമുള്ളവയല്ല. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പൂച്ചകൾ അവയുടെ ഉടമസ്ഥരെ സ്നേഹിക്കുന്നുണ്ട്. നായ്ക്കളെപ്പോലെ കൂടുതൽ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും പൂച്ചകൾ വ്യത്യസ്തങ്ങളായ രീതികളിൽ അവയുടെ സ്നേഹം പ്രകടിപ്പിക്കാറുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പൂച്ചകൾ നമ്മുടെ കാലിൽ ഉരുമി നടക്കുകയും അവയുടെ തലകൊണ്ട് നമ്മുടെ കാലിൽ ഉരസുകയും നമ്മളെ നക്കുകയും നോവിക്കാതെ കടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ അവയുടെ സ്നേഹപ്രകടനങ്ങളാണ്. കുട്ടികൾക്ക് അവരെ നോക്കുന്നവരോടുണ്ടാവുന്ന പോലൊരു അടുപ്പം പൂച്ചകൾക്ക് ഉടമസ്ഥരോടും അവയെ നോക്കുന്നവരോടും ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കൂടാതെ നമ്മളുടെ അടുത്തവ ആശ്വാസവും സുരക്ഷിതത്വവും തേടുകയും ചെയ്യുന്നുണ്ടത്രേ. 2. പൂച്ചകൾ വീണാൽ 4 കാലിലേ നിൽക്കൂ. സാധാരണ ചെറിയ ഉയരങ്ങളിൽ നിന്നൊക്കെ വീഴുകയാണെങ്കിൽ പൂച്ചകൾ 4 കാലിലേ നിൽക്കൂ. ആ കഴിവിനെ റൈറ്റിംഗ് റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്. വീഴുന്ന സമയത്ത് അവയുടെ ശരീരം നല്ലതുപോലെ അവയ്ക്ക് വളച്ചൊടിക്കാൻ കഴിയും. കൂടാതെ അവയുടെ നട്ടെല്ല് നല്ലതുപോലെ വഴങ്ങുന്നതുമാണ്. ഈ 2 കഴിവുകളാണ് വീഴുമ്പോൾ അവയെ 4 കാലിൽ നിൽക്കാൻ സഹായിക്കുന്നത്. എന്നാൽ വസ്തുത എന്താണെന്ന് വെച്ചാൽ അവയ്ക്ക് എപ്പോഴും അത് കഴിയാറില്ല. വലിയ ഉയരങ്ങളിൽ നിന്ന് വീഴുമ്പോൾ അവയ്ക്ക് അപകടം സംഭവിക്കാറുണ്ട്. ബഹുനില കെട്ടിടങ്ങളിൽ നിന്ന് വീഴുന്ന ധാരാളം പൂച്ചകളെ മൃഗാശുപത്രികളിൽ പ്രവേശിപ്പിക്കാറുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. 3. പൂച്ചകൾക്ക് സസ്യാഹാരം കഴിച്ച് ജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസം. ചിലർ സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ പൂച്ചകൾക്കും അത് നിർബന്ധമായി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമല്ലാത്ത ഭക്ഷണക്രമത്തിലേക്ക് പൂച്ചകളെ വലിച്ചിഴയ്ക്കുന്നത് തെറ്റാണ്. എന്നാൽ പൂച്ചകൾ മിശ്രഭോജികളാണെങ്കിലും സ്വാഭാവികമായും അവ മാംസഭോജികൾ തന്നെയാണ്. അവയുടെ ആമാശയം സസ്യാഹാരം ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. 4. പൂച്ചകളെ വളർത്തുന്നതിന് വലിയ ശ്രദ്ധയൊന്നും ആവശ്യമില്ല എന്നൊരു വിശ്വാസം നമുക്കിടയിലുണ്ട്. നിർഭാഗ്യവശാൽ അത് ശരിയല്ല. നല്ല ഭക്ഷണവും മരുന്നും വൃത്തിയും സ്നേഹവും ഇവയൊക്കെ അത്യാവശ്യമായ ഒരു ഘടകമാണ് പൂച്ചകളെ വളർത്തുന്നതിന്. 5. പൂച്ചകൾ കുറുകുറ ശബ്ദം ഉണ്ടാക്കുന്നത് സന്തോഷം വരുമ്പോഴാണ്. തീർച്ചയായും സന്തോഷവും സംതൃപ്തിയും സ്നേഹവും ഒക്കെ കാണിക്കാൻ പൂച്ചകൾ കുറുകുറ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും പേടിച്ചിരിക്കുമ്പോഴും എന്തെങ്കിലും വേദന ഉണ്ടാകുമ്പോഴൊക്കെ പൂച്ചകൾ കുറുകുറ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. അത്തരം അവസരങ്ങളിൽ അവ കുറുകുമ്പോൾ അവ സ്വയം ആശ്വസിപ്പിക്കുകയാണത്രേ. അതുകൊണ്ട് അവ ആശുപത്രികളിൽ വെച്ച് ഇത്തരം ശബ്ദം പുറപ്പെടുവിക്കുന്നത് സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശബ്ദം അവയുടെ ശരീരത്തിൽ ചില വൈബ്രേഷൻ ഉണ്ടാക്കും. അത് അവയുടെ അസുഖങ്ങൾ ഭേദമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. 6. പാൽ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. മിക്കവാറും പൂച്ചകൾക്ക് പാലിലെ ലാക്ടോസിനെ ദഹിപ്പിക്കാൻ കഴിവുണ്ടാകാറില്ല. അതവയുടെ ദഹന പ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ പൂച്ചകൾക്ക് പാൽ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ ചെറു ചൂടുവെള്ളത്തിൽ നേർപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 7. പൂച്ചകളെ പറ്റിയുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് അവയെ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്നത്. നായകളുടെ അത്രയും എളുപ്പത്തിലും കൂടുതലായും പരിശീലിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ചില ആജ്ഞകളൊക്കെ അവയെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിയും. ഉദാഹരണമായി എഴുന്നേൽക്കുക, ഇരിക്കുക, പേര് വിളിക്കുമ്പോൾ ഓടി വരിക, ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ അനുസരിപ്പിക്കാനും, കൂടാതെ കസേരകളിലോ ബെഡിലോ മറ്റോ കയറിയിരിക്കുമ്പോൾ ഇറങ്ങൂ എന്ന് പറഞ്ഞ് നമുക്കതിനെ അനുസരിപ്പിക്കാൻ കഴിയും. അതായത് അവയെ അനുസരിക്കുമ്പോൾ അവയെ സ്നേഹത്തോട് വിളിച്ച് തലോടി അവയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡോ മറ്റോ സമ്മാനമായി കൊടുക്കുക. അങ്ങനെ ആ കാര്യങ്ങൾ അവയെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിയും. 8. കറുത്ത പൂച്ചകൾ ദൗർഭാഗ്യം കൊണ്ടുവരുന്നു. ഈ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനം മധ്യകാല യൂറോപ്പിലെ ചില വിശ്വാസങ്ങളാണ്. കറുത്ത പൂച്ചകൾ മന്ത്രവാദികളുടെ സഹായികളാണ് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കറുത്ത പൂച്ചകളെ കാണുമ്പോൾ ആളുകൾ ഓടിച്ചു വിട്ടിരുന്നു. കൂടാതെ കറുത്ത പൂച്ചകൾ പ്രേതങ്ങളെ അനുഗമിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ കറുത്ത പൂച്ചകളെ വീട്ടിൽ വളർത്തുന്നവർക്കറിയാം യഥാർത്ഥത്തിൽ അവ ഭാഗ്യവും സന്തോഷവും കൊണ്ടുവരുന്നവരാണ് എന്ന്. 9. പൂച്ചകൾക്ക് എത്ര ഇരുട്ടിലും കണ്ണു കാണാൻ കഴിയും. പ്രകാശത്തിൻ്റെ അളവനുസരിച്ച് അവയുടെ കൃഷ്ണമണി വട്ടത്തിലാകുകയും ചെറിയ വര പോലെ ആകുകയും ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ഒരു ചെറിയ വെളിച്ചമുണ്ടെങ്കിൽ പോലും കാണാൻ കഴിയുന്നതാണ് പൂച്ചകളുടെ കണ്ണ്. ചെറിയ വെളിച്ചത്തിൽ പോലും വേട്ടയാടാൻ സഹായിക്കുന്ന രീതിയിലാണ് അവയുടെ സൃഷ്ടി. എന്നാൽ
പൂർണ്ണമായ അന്ധകാരത്തിൽ അവയ്ക്കും കണ്ണു കാണാൻ കഴിയില്ലത്രേ. പൂച്ചകളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.